ജനം ടിവിയുടെയും കേസരിയുടെയും പ്രധാനപ്പെട്ട വാർത്ത. ഈ വാർത്ത എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ശ്രദ്ധിക്കണം. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നാണ് ജനം ടിവിയുടെ റിപ്പോർട്ട്. അല്ല, രാജ്യത്ത് ഹിന്ദു ജനസംഖ്യ കുറയുന്നു. ഇത് രണ്ടും രണ്ടാണ്. രാജ്യത്ത് മുസ്ലിങ്ങൾ കൂടുക അല്ല, രാജ്യത്ത് ക്രമാതീതമായി ഹിന്ദുക്കൾ കുറയുകയാണ്. നിങ്ങൾക്ക് ഗാന്ധിയനായ രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കണ്ട, നിങ്ങളുടെ പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജിയെ വിശ്വസിച്ചൂടെ? മോഹൻ ഭഗവത്ജി പറയുന്നത് എന്താ? 2 മുതൽ 3 കുട്ടികൾ വരെ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഈ 2 കുട്ടികൾ എന്ന റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് ഹിന്ദുക്കൾക്കില്ല. ഇതാണ് പ്രശ്നം. ഈ ജനം ടിവിയുടെ വാർത്ത എല്ലാവരും കാണണം. എന്നിട്ട് ബഹുമാന പുരസ്സരം ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. അതോടൊപ്പം പ്രിയപ്പെട്ട RSSലെ സഹോദരങ്ങളോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ കല്യാണം കഴിച്ച് കുടുംബ സംവിധാനത്തിലേക്ക് വരണം. അതായത് നമ്മുടെ പൂജനീയ സർസംഘ് ചാലകോ അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയോ അടക്കമുള്ള ഒരു ടോപ്പ് നിൽക്കുന്ന കുറെ ആൾക്കാർ അവർ ഒഴിച്ചു വെച്ചാൽ ഈ സാധാരണക്കാർ, താഴേക്ക് വരുന്ന സ്വയം സേവകർ, ഇവരാരും ഈ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിലേക്കോ മറ്റോ ഒന്നും പോകേണ്ട യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ കല്യാണവും കുടുംബവും വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. പകരം നേരെ തിരിച്ച് കുടുംബ ജീവിതത്തിലേക്കും കുട്ടികളിലേക്കും ഒക്കെ വരണം എല്ലാ ഹിന്ദുക്കളും. അതായത് RSS ആണെങ്കിലും NSS ആണെങ്കിലും SNDP ആണെങ്കിലും KPMS ആണെങ്കിലും ഏത് ഹിന്ദുക്കളാണെങ്കിലും നമുക്ക് കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാകണം. നമ്മുടെ നിരക്ക് കുറവാണ്. മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ്, അതാ ഒരു ഉമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം 2.5 to 2.7 ആണ്. മോദി സർക്കാരിന്റെയും പിണറായി സർക്കാരിന്റെയും ഒക്കെ കണക്കുകളുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഫെർട്ടിലിറ്റി റേറ്റ്, അഥവാ ഒരു അമ്മച്ചിയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം 1.6 to 1.8 ആണ്. ഒരു ഹിന്ദുവിന്റെ, നമ്മുടെ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം 1 അല്ലെങ്കിൽ 1.1 ആണ്, അല്ലെങ്കിൽ 1.3 വരെയാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഒരു കുടുംബം നിലനിൽക്കാൻ ഒരു കുടുംബത്തിൽ 2 കുട്ടികളുടെ ആവശ്യമുണ്ട്. ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഹിന്ദുക്കൾക്ക് കുറയുന്നു, മുസ്ലിങ്ങൾക്ക് ഒട്ടും കൂടുന്നില്ല. മുസ്ലിങ്ങൾക്ക് നോർമലും ഹെൽത്തിയുമാണ്, നമുക്കാണ് കുറവ്. ഈ വാർത്ത ഒന്ന് കേൾക്കാം. ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ കുത്തനെ ഉയരുകയാണെന്ന് ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറയും. ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറയും. അപേക്ഷിച്ച് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് 45% ഉയർന്നതായി ലേഖനത്തിൽ പറയുന്നു. അതേസമയം ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധമത വിശ്വാസികളുടെ നമുക്കെല്ലാം ഈ കുഴപ്പമുണ്ട് കുറയുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കേസരി വാരികയിലെ മുഖപ്രസംഗത്തിൽ ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ കുത്തനെ ഉയരുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ. മുസ്ലിം ജനസംഖ്യ കുത്തനെ കൂടുകയല്ല, ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറയുകയാണ്. പത്തനംതിട്ട, കുമ്പനാട്, തിരുവിതാംകൂറിലൊക്കെ അതാ സംഭവിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ കേസരി വാരികയിലെ ഈ ലേഖനം തുടങ്ങുന്നത്. അതായത് ഭാരതത്തിൽ ഹിന്ദു ഭൂരിപക്ഷം ഇനി എത്ര നാൾ എന്നൊരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് കൃത്യമായ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ആ കൃത്യമായ കണക്കിൽ ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റിന്റെ കണക്ക് ഇവർ പറയില്ല. നമ്മുടെ തെറ്റാണ്, നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ ലേറ്റ് മാരേജസ് ആണ്. ഇത് കാരണമാണ് ഹിന്ദു ജനസംഖ്യ കുറയുന്നത്. എത്ര കാലം ഇത് ആൾക്കാരെ ആൾക്കാരെ പറഞ്ഞ് മുസ്ലിമാണ് പ്രശ്നമെന്ന് പറയും. നമ്മുടെ ഇടയിലെ പ്രശ്നമല്ലേ? കാര്യം 1951 മുതലുള്ള 6 സെൻസസുകൾ, ഈ 6 സെൻസസുകളിലും കൃത്യമായി ശതമാനക്കണക്കിൽ മുസ്ലിം ജനസംഖ്യ ഉയരുന്നു എന്നാണ് ഈ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 1981 മുതലുള്ള മുസ്ലിം ജനസംഖ്യ 81 മുതൽ മുസ്ലിം ജനസംഖ്യ അതിവേഗമാണ് ഇവരുടെ വളർച്ച, അല്ലെങ്കിൽ ആ ജനസംഖ്യയുടെ വളർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും അധികം വളർച്ചാ നിരക്ക് കുറഞ്ഞ ആളുകളാണ് സിഖ് ജനസംഖ്യ ഏറ്റവും അധികം കുറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ലേഖനത്തിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഹിന്ദുക്കളുടെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് 45% ഉയർന്നതാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് എന്ന് അടിവരയിട്ട് ആ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അസമിലും ജമ്മു കാശ്മീരിലും ഒന്നും തന്നെ ഇത്തരത്തിൽ ജനസംഖ്യാ സെൻസസ് നടത്തിയിട്ടില്ല. അത് ഏറ്റവും അധികം മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ 2 സംസ്ഥാനങ്ങളും. അതുകൊണ്ട് തന്നെ അവിടെ സെൻസസ് നടത്തുകയാണെങ്കിൽ നിലവിലുള്ള ഈ ഹിന്ദു ഭൂരിപക്ഷം 80% എന്ന് പറയുന്ന ഒരു കണക്ക് അവിടെ നിന്ന് ഇവിടെ മാറും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. മാത്രമല്ല ഇത് സമൂഹത്തിന് മുന്നിലേക്ക് ഒരു വലിയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷം ഇനി എത്ര നാൾ? മാത്രമല്ല ഈ ഹൈന്ദവ ഭൂരിപക്ഷം കുറയുന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വിശദമായ ലേഖനം തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ ലേഖനം പുറത്തു വന്നതോടുകൂടി അതൊരു വലിയ ചർച്ചയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. നല്ല കാര്യം, നല്ല ചർച്ചയിലേക്ക് നയിക്കണം. വളരെ നല്ല കാര്യമാണ് കേട്ടോ. ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് തന്നെയാണോ
അതായത് ഇതിന്റെ പ്രശ്നം മുസ്ലിങ്ങൾ ഒരു അജണ്ട വെച്ച് പിള്ളേരെ കൂട്ടുകയൊന്നുമല്ല, പകരം നമ്മുടെ ജനസംഖ്യയുടെ പ്രശ്നമാണ്. അതായത് ഹിന്ദു ജനസംഖ്യയുടെ പ്രശ്നമാണ്. പ്ലീസ് നമുക്ക് ഗ്രോക്കിനോട് ചോദിക്കാം. പ്ലീസ് ഗിവ് മീ ദി ഫെർട്ടിലിറ്റി റേറ്റ് ഓഫ് വേരിയസ് കമ്മ്യൂണിറ്റീസ്, റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത സമുദായങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണ്? ഈ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് ഇതിന്റെ അടിസ്ഥാനം. ഈ ഫെർട്ടിലിറ്റി റേറ്റ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. ഇതാണ് പ്രശ്നം. ഓക്കെ, ഇത് രാഹുൽ ഈശ്വർ അല്ല, ഗ്രോക്ക് പറയുന്നതാണ്. കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ജനസംഖ്യയുടെ പാൻ ഇന്ത്യ കേരളത്തിലെ 2.5 to 2.7 ആണെങ്കിൽ ഇന്ത്യ മുഴുവൻ എടുക്കുകയാണെങ്കിൽ മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് 2.36 ആണ്. ഇതിന്റെ കണക്കാരാണ്? മോദിജിയുടെ താഴെ വർക്ക് ചെയ്യുന്ന നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS 5 2019-2021 കണക്കാണ്. മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് 2.36. അത് നോർമലും ഓക്കെയുമാണ്. ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റ് 1.94. ഇതിൽ ഈ കണക്കിലില്ല, പക്ഷേ ഒരുപാട് ചെറിയ സാമ്പിൾ സർവേ എന്ന് ഇതിൽ തന്നെ സവർണ ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് വീണ്ടും കുറവാണ്. ചിലർ 1.5 എന്നും ചിലർ 1.3 എന്ന് പറയുന്നു. കേരളത്തിൽ അത് 1.1 to 1.3 ആണ്. ക്രിസ്ത്യൻ ഫെർട്ടിലിറ്റി റേറ്റ് 1.88 ആണ്. സിഖ് ഫെർട്ടിലിറ്റി റേറ്റ് 1.6 ആണ്. ജെയിൻ ഫെർട്ടിലിറ്റി റേറ്റ് 1.6 ആണ്. ബുദ്ധിസ്റ്റും നിയോ ബുദ്ധിസ്റ്റും 1.39 ആണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഇത് 2.1 അഥവാ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റിലേക്ക് ചേർത്ത് നിർത്തിയില്ലെങ്കിൽ സമൂഹങ്ങൾക്ക് തകർച്ചയുണ്ടാകും. അത് ബുദ്ധിസ്റ്റുകൾ, അത് മുസ്ലിങ്ങളുടെയോ ബാക്കിയുള്ളവരുടെയോ കുഴപ്പമില്ല, നമ്മളുടെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയണം. ഈ 2.1 ഇല്ലാത്തതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഇനി നമുക്ക് ഈ ലോകപ്രസിദ്ധമായ പ്യൂർ റിസർച്ചിന്റെ കൂടെ നോക്കി നോക്കാം. ഓൺ ഇന്ത്യാസ് ഫെർട്ടിലിറ്റി റേറ്റ്. പ്യൂർ റിസർച്ചിന്റെ ഒരു കണക്ക്. ഈ പ്യൂർ റിസർച്ചിനെ കുറിച്ചാണ് മോഹൻദാസ്ജി മുമ്പ് കള്ളം പറഞ്ഞത്. 30% മുസ്ലിങ്ങളായാൽ അവർ രാജ്യം കയ്യേറുമെന്ന് പ്യൂർ റിസർച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, ആ സാധനങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അത് കള്ളം പറയുകയാണ്. പ്യൂർ റിസർച്ച് ഇതേ കണക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്യൂർ റിസർച്ച് 2021 റിലീജിയസ് കോമ്പോസിഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ആ റിസർച്ചിന്റെ പേര്. സമാനമായ കണക്കുകൾ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാ കമ്മ്യൂണിറ്റിയിലും ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നുണ്ട്, പക്ഷേ ഹിന്ദു കമ്മ്യൂണിറ്റിയിലടക്കം അത് 2.1 താഴെയിലേക്ക് പോകുന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് 2.1 താഴെയിലേക്ക് പോകുന്നു എന്ന് പറയും. ഈ യഥാർത്ഥ പ്രശ്നം മറച്ചു വെക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അവിടെയാണ് RSSലെ സഹോദരങ്ങളോട് പ്രത്യേകത. ഒന്നെങ്കിൽ RSSകാരെ കുറിച്ച് രണ്ട് ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്. ഒന്നെങ്കിൽ അവരെല്ലാം മോശമാണ്, ചീത്തയാണ്, വർഗീയവാദികളാണെന്ന് പറഞ്ഞ് അവരെ അകറ്റി നിർത്തണം. അല്ലെങ്കിൽ നേരെ തിരിച്ച് RSS ആണ് ലോകത്തെ രക്ഷിക്കുന്നത്, RSS ആണ് ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു നെറേറ്റീവ്. രണ്ടുമല്ല. ഞാൻ RSSനെ ബഹുമാന പുരസ്സരം എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. RSSനോട് ആദരവുള്ള കാര്യങ്ങളുണ്ട്, RSSനോട് എതിർപ്പുള്ള കാര്യങ്ങളുണ്ട്. RSSന് ആദരവുള്ള കാര്യം ഹിന്ദു ഐക്യത്തിന് വേണ്ടിയും ഹിന്ദു സമൂഹത്തിന് വേണ്ടിയും അവർ പ്രവർത്തിക്കുന്നു. എതിർപ്പുള്ള കാര്യം മുസ്ലിം വിരോധം ജനിപ്പിക്കേണ്ട, അല്ലെങ്കിൽ മുസ്ലിം വിരോധം ജനിപ്പിക്കുന്നതിനെ ആക്റ്റീവായി എതിർക്കുന്നില്ല. അങ്ങനെ എതിർക്കുന്ന മോഹൻ ഭഗവത്ജി അടക്കമുള്ളവരുണ്ട്. കാണുന്ന എല്ലാ മുസ്ലിം പള്ളിക്കും താഴെ പോയി ശിവലിംഗം തിരയേണ്ട എന്നൊക്കെ പറയുന്ന മോഹൻ ഭഗവത്ജി അടക്കമുള്ള നല്ല ആൾക്കാരുണ്ട്. മോദിജി അടക്കം ഒരു മിഡിൽ ലൈൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതേപോലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം RSSലെ സഹോദരങ്ങളും, അതായത് 1925 അടക്കമുള്ള കാലഘട്ടങ്ങളിൽ കൂടുതൽ രാജ്യസേവനത്തിനും ഹിന്ദു സമൂഹത്തിന്റെ സേവനത്തിനും സാമുദായിക കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി കൂടുതൽ സമയവും ഒക്കെ മാറ്റിവെക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു കാലം ഇല്ല. രാജ്യം ഒരുപാട് മാറി, ലോകം ഒരുപാട് മാറി. RSSലെ മുതിർന്ന കുറെ ആൾക്കാർ അവർ രാജ്യത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചവരാണ്. ആ സമർപ്പിച്ചവരെ മാറ്റിവെച്ചാൽ, രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതവും യുവത്വവും എല്ലാം ഹോമിച്ചവരെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ളവർ കുടുംബത്തിലേക്കും കുട്ടികളിലേക്കും വരണം. നമുക്ക് ആ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് ആയ 2 കുട്ടികൾ വേണം. ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അതാണ് പലപ്പോഴും ഈ RSS അടക്കമുള്ള ആൾക്കാർ ഇത് വെളിയിൽ പറയാൻ മടിക്കുന്നത്. കാരണം അത് പറയുമ്പോൾ ട്രോൾ ചെയ്യപ്പെടും. സെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയും, നിനക്ക് കുട്ടി ഉണ്ടാക്കിക്കൂടാ എന്ന് പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈംഗികപരമായി തമാശയും അല്ലെങ്കിൽ കോമഡി അടിക്കും. അതിനല്ല വേണ്ടത്. RSSലുള്ള മിതവാദികളായ ആൾക്കാരെയും ചേർത്ത് നിർത്തി അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സംഘത്തിലുള്ള ആൾക്കാരും അവരിൽ ഒരുപാട് പേർ കുടുംബജീവിതത്തിലേക്ക് വരണമെന്നും ആ കുടുംബജീവിതം കൊണ്ട് അവർ നന്നാവണം, അഭിവൃദ്ധിപ്പെടണം, നമ്മുടെ സമൂഹം അഭിവൃദ്ധിപ്പെടണം, എല്ലാവരും അഭിവൃദ്ധിപ്പെടണം എന്നുള്ള ചിന്തയിലേക്ക് പ്രിയപ്പെട്ട RSSലെ സഹോദരങ്ങൾ വരട്ടെ. അവർ കല്യാണം കഴിക്കണം, കുടുംബത്തിലേക്ക്
സ്റ്റെബിലിറ്റിയിലേക്ക് വരണം. ഇത് മുസ്ലിങ്ങളും പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മുസ്ലിങ്ങൾ പലപ്പോഴും ഇതൊരു ട്രോൾ ആക്കി മാറ്റും, അല്ലെങ്കിൽ മുസ്ലിങ്ങളിലെ പല ആൾക്കാരും സെക്ഷുവൽ തമാശകളൊക്കെ പറഞ്ഞ് വളരെ മോശമാക്കി മാറ്റും. അങ്ങനെയല്ല വേണ്ടത്. അതൊരു സെൻസിറ്റീവായ വിഷയമാണ്, ബഹുമാന പുരസരം സംസാരിക്കേണ്ട വിഷയമാണ്, ആദരവോടെ സംസാരിക്കേണ്ട വിഷയമാണ്. RSSലെ ആളുടെ കുടുംബം നന്നായാലും, ഹിന്ദുക്കളിലെ NSSലെ ആളുടെ കുടുംബം നന്നായാലും, SNDPയിലെ ആളുടെ കുടുംബം നന്നായാലും, ക്രിസ്ത്യാനികളുടെ കുടുംബം നന്നായാലും, മുസ്ലിമിന്റെ കുടുംബം നന്നായാലും, ആ കുടുംബം നന്നാവുന്നത് രാജ്യം നന്നാവുന്നതിന്റെ തുടക്കമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കുടുംബങ്ങൾ നന്നാവട്ടെ, കുടുംബ സംവിധാനത്തിലേക്ക് തിരിച്ചു വരണം, 2 കുട്ടികൾ വേണം, ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ നമുക്കാകട്ടെ. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള സ്റ്റെബിലിറ്റിയിലേക്ക് നല്ലത്. ഓർക്കുക, 2.1 എന്ന റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ഇല്ലെങ്കിൽ ബാക്കി ആരും വേണ്ട, നമ്മൾ ഉള്ളാലെ തകർന്നോളും, ഹിന്ദുക്കൾ ഉള്ളാലെ തകർന്നു പോകും. അത് തകരരുത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്.